എന്താണ് ദുർദിവസം? വീണ്ടും ജനിച്ച ദൈവമക്കൾ ദുർദിവസത്തിൽ അകപ്പെടുമോ? ദുർദിവസത്തിലായി പോയി ഞാനെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എങ്ങനെ ഈ ദുർദിവസത്തിൽ നിന്ന് വിജയകരമായ ഒരനുഭവത്തോടു കൂടി പുറത്തു വരാൻ പറ്റുന്നത്? ആത്മീയ ജീവിതത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും കാതലായ സത്യങ്ങളെ ആരായുന്ന സത്യാന്വേഷികളായ ദൈവമക്കൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ സ്വാഗതം. ദുർദിവസം വേദപുസ്തകത്തിനകത്ത് ഒത്തിരി തവണ പറഞ്ഞിട്ടില്ലാത്ത ഒരു വാക്കാണ് ദുർദിവസം. നമ്മൾ ആകെ കൂടി കാണുന്ന ഈ ഒരു പദപ്രയോഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസാണ് ഇങ്ങനെ ഒരു വാക്ക് ആദ്യമായി പ്രയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഞാൻ ആ വാക്യം നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് അനവധിയായ കാര്യങ്ങൾ നമ്മളിന്ന് ഒരുമിച്ച് പഠിക്കാനും ധ്യാനിക്കാനും കർത്താവിൽ ആശിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ആജ്ഞയാണ്, റിക്വസ്റ്റാണ്, ഒരു വലിയ അഭ്യർത്ഥനയാണ്. ഒരു ദുർദിവസം വരും, ഒരു ഈവിൾ ഡേ വരും. ആ ദുർദിവസത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും എതിർക്കാനും രണ്ട് കാര്യങ്ങളാണ് ദുർദിവസത്തിൽ ഒരു ദൈവ മനുഷ്യന് ചെയ്യാനുള്ളത്. ഒന്ന്, ഉറച്ചു നിൽക്കുക; രണ്ട്, എതിർക്കുക. ഉറച്ചു നിൽക്കാനും എതിർക്കാനും കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങൾ ആവശ്യമുണ്ട്. വാക്യം 14 മുതൽ താഴോട്ട് ഈ സർവായുധ വർഗങ്ങൾ എന്താണ് എന്ന് അപ്പോസ്തലൻ പൗലോസ് വിശദമായി വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എൻ്റെ പ്രതിപാദ്യ വിഷയം സർവായുധ വർഗങ്ങളല്ല, ദുർദിവസമാണ്. എന്താണ് ദുർദിവസം? ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പല ദിവസങ്ങളും ദുർദിവസങ്ങളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈവിൾ ഡേയെക്കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ധാരണയും ബോധ്യവും ഉണ്ടായത്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നത് പോലെ ഫെബ്രുവരി മാസത്തിലെ 20-ാം തീയതി രാവിലെ 6 മുതൽ പിറ്റേ ദിവസം രാവിലെ 6 വരെ നീണ്ടു നിൽക്കുന്ന 24 മണിക്കൂറുകളാണ് ദുർദിവസം എന്ന് ആരും ചിന്തിക്കരുത്. ഏതെങ്കിലും ഒരു ഉത്സവമോ ഏതെങ്കിലും ഒരു പെരുന്നാളോ ഏതെങ്കിലും ഒരു കർമ്മമോ നടക്കുന്ന കലണ്ടറിലെ ഒരു ദിവസമാണ് ദുർദിവസമെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതൊരു ഈവിൾ ഡേ അല്ല, അതൊരു ദുർദിവസമേ അല്ല. പിന്നെന്താ ദുർദിവസം എന്ന് പറയുന്നത്? ദുർദിവസം എന്ന് പറയുന്നത് ഒരു സമയപരിധിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കാൻ കഴിയുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ വലിയ പ്രലോഭനത്തിൻ്റെയും അറ്റാക്കുകളുടെയും ആ ദിവസങ്ങളെയാണ് വേദപുസ്തകം ദുർദിവസം എന്ന് വിളിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കലണ്ടറിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേ അല്ല ദുർദിവസം, മറിച്ച് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ജീവിതത്തിലെ ഏറ്റവും ഹയർ റെലത്തിലുള്ള അറ്റാക്കുകളുടെ ഒരു സമയപരിധിയാണ്, ഒരു സീസണെയാണ് വേദപുസ്തകം ദുർദിവസം എന്ന് വിളിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പേ വീണ്ടും ജനിച്ച സകല വ്യക്തികൾക്കും ഒരു വലിയ ആത്മീയ പോരാട്ടമുണ്ട് എന്ന് മുന്നമേ നിങ്ങളോട് ഞാൻ കൃത്യമായും വ്യക്തമായും പഠിപ്പിച്ചത് മറക്കാതെ ഇതുകൂടി കേൾക്കുക. 2 തരത്തിലുള്ള ആത്മീയ യുദ്ധങ്ങളാണ് ഒരു വീണ്ടും ജനിച്ച ക്രിസ്തുവിലുള്ള ദൈവഭക്തന് അനുഭവിക്കേണ്ടി വരുന്നതും നേരിടേണ്ടി വരുന്നത്. ഒന്ന്, ആകാശത്തിലെ അദൃശ്യ ശക്തികളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മശ്രേനയോടും സ്വർലോകങ്ങളിൽ വാഴുന്ന ആധിപത്യങ്ങളോടുമൊക്കെ നമുക്ക് ആത്മാവിൽ നേരിട്ട് മുഖാമുഖമായി ഒരു വലിയ യുദ്ധമുണ്ട്. അതിനുവേണ്ടി ദൈവം തൻ്റെ എക്സൂസിയായ അധികാരത്തെ നമ്മുടെ മേൽ ഏൽപ്പിക്കുകയും കാൽവരി ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളും അവൻ ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ പരസ്യമായ കാഴ്ചയെ നടത്തി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ആ ജയത്തെ നമ്മുടെ മേൽ അവൻ ആക്കി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ക്രിസ്തു നേടിത്തന്ന ജയത്തിനകത്ത് നിന്നുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും സിംഹാസനങ്ങളെയും സ്വർലോകത്തിൻ്റെ അധിപതികളെയും ഇരുട്ടിൻ്റെ ദുഷ്ടാത്മസേനയെയും അങ്ങനെ ആത്മീയമായ സകല സംവിധാനങ്ങളെയും ഒരു ക്രിസ്തുവിലുള്ള ദൈവഭക്തൻ പോരാടുകയും വിജയിക്കുകയും ചെയ്യുന്നത്. അത് ആദ്യത്തെ പോരാട്ടം. എന്നാൽ ആരും കാണാത്ത അവനവന് മാത്രം നേരിടേണ്ടി വരുന്ന ഒരാത്മീയ പോരാട്ടമുണ്ട്, ഒരാത്മീയ യുദ്ധമുണ്ട്. അത് നടക്കുന്നത് വീടിനകത്തല്ല, അത് നടക്കുന്നത് സഭയ്ക്കകത്തല്ല, അത് നടക്കുന്നത് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തല്ല, അത് നടക്കുന്നത് ഡെലിവറൻസ് സെഷനുകളിലല്ല, അത് നടക്കുന്നത് പവർ കോൺഫറൻസുകളിലുമല്ല.
അത് നടക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത്, തലച്ചോറിനകത്ത്, അവന്റെ വ്യക്തിത്വത്തിനകത്ത് നടക്കുന്ന ഒരാത്മീയ പോരാട്ടമുണ്ട്. ഇതിനെയാണ് നമ്മൾ മനസ്സിൽ നടക്കുന്ന ആന്തരികമായ യുദ്ധം, ആന്തരികമായ ആത്മീയ യുദ്ധം എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളത് നന്നായി ശ്രദ്ധിക്കുകയും നന്നായി ഒന്ന് ധ്യാനിക്കുകയും ചെയ്യുക. ആന്തരികമായ ആത്മീയ പോരാട്ടം. എവിടെയാണ് ഈ ആന്തരികമായ ആത്മീയ പോരാട്ടം നടക്കുന്നത്? ആന്തരികമായ ആത്മീയ പോരാട്ടം നടക്കുന്നത് ഒരുവന്റെ മനോനിലവാരങ്ങളിലാണ്, മനസ്സിലാണ്. അവന്റെ വ്യക്തിത്വത്തിലെ രണ്ടാമത്തേതും നടുവിൽ നിൽക്കുന്നതുമായ ഭാഗമായ ദേഹിയിലാണ് ആത്മീയുദ്ധം നടക്കുന്നത്. ദേഹിയിൽ വികാരങ്ങളുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, ചിന്തയുണ്ട്, അറിവുണ്ട്, ബുദ്ധിയുണ്ട്. ഇതെല്ലാം സമ്മിശ്രമായിരിക്കുന്ന ഒരുവന്റെ ദേഹിയിലാണ് ആത്മീയ യുദ്ധം, അതായത് ആന്തരികമായ ആത്മീയ യുദ്ധം നടക്കുന്നത്. ഒരു നാടിൻ്റെ മേൽ ഭരണം നടത്തുന്ന ടെറിട്ടോറിയൽ സ്പിരിറ്റിനെ, ഒരു നാടിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആധിപത്യത്തെ ആത്മാവിൽ കീഴടക്കുവാനും അതിൻ്റെ മേൽ ജയമെടുക്കുവാനും അഭിഷേകത്തിൻ്റെ അധികാരം മാത്രം മതി നമുക്ക് അവയെ ജയിക്കാൻ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മാവിനെയോ ദുർഭൂതത്തെയോ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു പുറത്താക്കാൻ നമുക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരം എന്ന് പറയുന്ന കൃപാവരം മാത്രം മതി. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം മാത്രം മതി. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമ്മോട് എതിർക്കുന്ന ആത്മീയുദ്ധത്തെ ജയിക്കുവാൻ നമുക്ക് വേണ്ടിയത് അധികാരമല്ല, സർവായുധവർഗമാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് സഭ ആത്മാവിൽ കയറി ചെന്ന് ആധിപത്യങ്ങളെ ജയിക്കുന്നതിൽ വളരെ പ്രഗത്ഭരാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കലക്കങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായി വരുമ്പോൾ അവയെ ജയിക്കാൻ കഴിയുന്ന ആത്മീയ വർഗങ്ങൾ, ആയുധവർഗങ്ങൾ ധരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവനവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആന്തരിക പോരാട്ടത്തെ ജയിക്കാൻ കഴിയുന്നില്ല. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന പലരും ഇത്തരത്തിലുള്ള ആന്തരിക സംഘർഷങ്ങളിലൂടെ പോകുന്നവരാണെന്ന് എനിക്ക് ആത്മാവിൽ നല്ല നിശ്ചയമുണ്ട്. നിങ്ങളിൽ പലരും മനസ്സിൽ വലിയ കലക്കം കൊണ്ടല്ലേ നടക്കുന്നത്. നിങ്ങളിൽ പലരും ഹൃദയത്തിനകത്ത് വലിയ ഞെരുക്കം കൊണ്ടല്ലേ നടക്കുന്നത്. നമ്മിൽ പലരും ഹൃദയത്തിനകത്ത് ഒത്തിരി സങ്കടങ്ങളും ഒത്തിരി പ്രലോഭനങ്ങളും ഒത്തിരി സംശയങ്ങളും ഒക്കെ കൊണ്ട് നടക്കുകയില്ലേ. പക്ഷേ പാസ്റ്ററോട് പറഞ്ഞാൽ എന്തോ ചിന്തിക്കും, ആരെങ്കിലും ദേവദാസനോട് പറഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഏതെങ്കിലും കൂട്ടു സഹോദരനോട് പറഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് എന്തോ ചിന്തിക്കുമെന്നുള്ളൊരു ഭയം കൊണ്ട് ഒരു മാസ്ക് ഇട്ടല്ലയോ നമ്മിൽ പലരും നടക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ മാസ്ക് ഇല്ലാതെ, അഭിനയങ്ങളില്ലാതെ, മുഖം മൂടികളില്ലാതെ ജീവിക്കുവാൻ, ഒരു ജെനുവിൻ ക്രിസ്ത്യൻ ലൈഫ് ഉണ്ടാകുവാനാണ് ഈ കാതലായ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ അധരങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ ആത്മീയ പോരാട്ടം, ആത്മീയ യുദ്ധം. ഈ ആത്മീയ യുദ്ധം എവിടെ നടക്കുന്നത്? മനസ്സിലാണ് നടക്കുന്നത്. മനസ്സിൽ എങ്ങനെ ആത്മീയ യുദ്ധം നടക്കുന്നത്? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ആരാധനയിൽ ഒരു പ്രവാചകന്റെ വായിലൂടെ ഒരുവന്റെ മേൽ ഒരു വലിയ പ്രവാചക ശബ്ദമായ ദൂത് വെളിപ്പെട്ടു വന്നു. ഒരാലോചന വന്നു, ഒരു പ്രവചനം വന്നു. നിന്നെ ദൈവം ഇന്ന ഇടത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൂത് കേട്ട് ആമേൻ പറഞ്ഞ ആത്മവിവശതയിൽ കരമടിച്ചും കണ്ണുനീരോടുകൂടിയും ആ ദൂതിന് ആമേൻ പറഞ്ഞ ആലോചനയെ ശിരസാ വഹിച്ചു വീട്ടിലേക്ക് ചെന്ന് വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ ദൂതിനെ ഓർത്ത് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു ശബ്ദം പൊങ്ങി വരും. ആ ശബ്ദം നിങ്ങളോട് ഇങ്ങനെ പറയും, എങ്ങനെ നടക്കാനാണിത്? നിനക്കതിന് അവിടെ ആരെങ്കിലും ഉണ്ടോ? നിന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിന്റെ കറണ്ട് ബില്ല് കൊടുത്തിട്ടില്ല, നിന്റെ വാട്ടർ ബില്ല് കൊടുത്തിട്ടില്ല, നിന്റെ EMI അടച്ചിട്ടില്ല, നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും വളർച്ചയും കണ്ടിട്ടില്ല. ഇന്നത്തെ ഒരു ദിവസം നീ ജോലിക്ക് പോയില്ല എങ്കിൽ, ഇന്നത്തെ ഒരു ദിവസം നീ പോകുന്ന വഴിയിൽ കാലൊന്നിടറി വീണാൽ തീർന്നു നിന്റെ ജീവിതം. ഇത്രയും അരക്ഷിതമായ സ്ഥിരമല്ലാത്തൊരു ജീവിതത്തിൽ ഇരിക്കുന്ന നീ എങ്ങനെ വാഗ്ദത്തത്തിനകത്തോട്ട് കയറുന്നത്? സംശയത്തിൻ്റെ വാക്കുകൾ ആരും പറയുന്നതല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അകത്താട്ടിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി 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 ഇരച്ചു വരികയാണ്. ഇരച്ചു വരുന്ന ശബ്ദം മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ ഇന്നലെ പ്രാപിച്ച വിശ്വാസത്തെ കാർന്നു. ക്യാൻസർ വൈറസുകൾ കോശങ്ങളെ വർദ്ധിപ്പിച്ചു പെരുക്കി ഒരുവന്റെ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴങ്ങളിൽ നിന്ന് പൊങ്ങി വന്ന നിഷേധാത്മകമായ നെഗറ്റീവായ ഒരു ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിലെ മുഴുവൻ വിശ്വാസത്തെയും കാർന്നു നിന്നു പിടിച്ചടക്കി കഴിഞ്ഞു. നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടു കൂടി മുട്ടുമടക്കി, പക്ഷേ പ്രാർത്ഥന പായയിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മനസ്സിനകത്ത് രണ്ട് കാര്യങ്ങൾ, നടക്കുമോ നടക്കത്തില്ലേ? കർത്താവ് പറഞ്ഞതുകൊണ്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ല. ഇവിടെ മുതലാണ് ഞാൻ പറഞ്ഞ ആന്തരിക യുദ്ധം ആരംഭിക്കുന്നത്.
നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ അവിശ്വാസം സംസാരിക്കുന്ന ഒരു അശുദ്ധൻ അകത്തിരിപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുതൽ വേദപുസ്തകം ഞാൻ എല്ലാ ദിവസവും 2 അധ്യായം വായിക്കും. ഇനി മുതൽ എല്ലാ ദിവസവും 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഇനി മുതൽ അടുത്ത മാസം മുതലെങ്കിൽ കൃത്യമായി ദശാംശം ഞാൻ കൊടുക്കും. ഇനി മുതൽ ഞാൻ കുറച്ചുകൂടി ആത്മീയ ജീവിതത്തെ ശ്രദ്ധിക്കും. കുറച്ചുകൂടി ഞാൻ എൻ്റെ നാവിനെ ശ്രദ്ധിക്കും. കുറച്ചുകൂടി എൻ്റെ ചിന്തകളെ ഞാൻ ശ്രദ്ധിക്കും. കുറച്ചുകൂടി ഞാൻ വിശുദ്ധിയിൽ വളരും. എന്താണോ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതിനെതിരായി സംസാരിക്കുകയും നിങ്ങളെ അതിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു അശുദ്ധൻ്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. അതിനെതിരായി ശത്രുവിൻ്റെ ശബ്ദവും ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും എവിടെ മുഴങ്ങുന്നത്? ഉള്ളിൽ. അവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൈൻഡ് ഈസ് എ ബാറ്റിൽ ഫീൽഡ്. മനസ്സൊരു യുദ്ധക്കളമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ അത് വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു അശുദ്ധനും സാത്താനും ഭൂതവുമായവൻ്റെ ശബ്ദം ഉള്ളിൽ വരാറുണ്ട്. അവൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ അവിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിശ്വാസത്താൽ പ്രാപിക്കേണ്ടിയിരിക്കുന്ന പലതും നഷ്ടമാകും. ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ ദൈവം നമ്മോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്ന ഏക വാതിൽ, ചാനൽ എന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരുവന്റെ ഉള്ളിലെ വിശ്വാസത്തെ ഇളക്കുന്ന തരത്തിൽ ആന്തരികമായൊരു പോരാട്ടമുണ്ട് എന്നറിയാം. എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ടൊരു ദുർദിവസം വരും. ഈ ദുർദിവസം എന്ന് പറയുന്നത് മനസ്സിലേൽക്കുന്ന പോരാട്ടത്തിന്റെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എല്ലാ ദിവസവും എനിക്ക് പോരാട്ടമുണ്ട് ബ്രദർ, എല്ലാ ദിവസവും ഇതുണ്ട്. ഞാൻ പറയുന്ന ദുർദിവസം അല്ല അത്. എല്ലാ ദിവസവും നമുക്ക് പോരാട്ടമുണ്ട്. പാപത്തോട് പോരാട്ടമുണ്ട്, പ്രലോഭനങ്ങളോട് പോരാട്ടമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സമയം എത്തുന്ന സമയത്ത് ഉറച്ചു നിൽക്കുന്ന മണ്ണിൻ്റെ അടിത്തട്ട് പോലും ഇളകിപ്പോകുന്നത് പോലെ പ്രശ്നങ്ങളുടെ സങ്കീർണത വർദ്ധിക്കുന്ന ഒരു സമയവും നാഴികയുമുണ്ട്. എനിക്കറിയാം, ഇത് ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചക ശബ്ദം കൂടിയാണ്. കഴിഞ്ഞ 2025 നവംബർ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡിസംബറും ജനുവരിയും ഒക്കെ ആ വാഗ്ദത്ത വചനവും പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കയറിയതാ. പക്ഷെ കാണുന്നത് മുഴുവൻ നെഗറ്റീവാണ്. മുമ്പിൽ സംഭവിക്കുന്നത് മുഴുവൻ തകർച്ചകളാണെങ്കിൽ ഉറപ്പിച്ചോ, ഈ വർഷത്തിലെ ആദ്യത്തെ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ദുർദിവസത്തിന്റെ സീസണാണ്. ദുർദിവസത്തിന്റെ പ്രത്യേകത ഒരിടത്തുനിന്ന് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുക. സമ്പത്ത് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ആരോഗ്യം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. സമ്പത്തും ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തെ ഒരു സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. വിശ്വാസവും സമ്പത്തും ആരോഗ്യവും കുഴഞ്ഞും മറിഞ്ഞിരിക്കുന്ന സമയത്ത് ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നു, മക്കളും മാതാപിതാക്കളും തമ്മിൽ അകലുന്നു, ഓഫീസിനകത്ത് അകൽച്ച ഉണ്ടാകുന്നു. നിങ്ങൾ ലോകത്ത് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല. ഇന്നലെ വരെ കൈക്ക് പിടിച്ച് നടന്നു വന്നുകൊണ്ടിരുന്ന ദൈവാത്മാവും ദൈവവചനത്തിന്റെ ശബ്ദങ്ങളും ദൈവത്തിന്റെ ആലോചനയും ദൈവം പോലും നിശബ്ദനായും കൈവിടിഞ്ഞും നിങ്ങളെ ഒറ്റയ്ക്കാക്കി എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന നശിച്ച നിമിഷമുണ്ടല്ലോ, ആ ഇഷ്ടമല്ലാത്ത നാഴികയുണ്ടല്ലോ, കിടന്നാൽ ഉറക്കം വരാത്ത, സ്ട്രെസ് കൊണ്ടും ആങ്സൈറ്റി കൊണ്ടും നിങ്ങളുടെ ശരീരത്തിന്റെ സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാകുന്ന, കിടന്നാൽ ഉറക്കം വരാത്ത, ടെൻഷൻ കാരണം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ആത്മഹത്യയാണ് മുമ്പിൽ ഏക പോംവഴിയെന്ന് ഉള്ളിൽ തോന്നി തുടങ്ങുന്ന നിമിഷം, എല്ലാം അവസാനിപ്പിച്ചിട്ട് എങ്ങോട്ടെങ്കിലും കിട്ടുന്നതും കയ്യിലെടുത്തോണ്ട് ഓടിക്കളഞ്ഞാലോ എന്ന്, മരുഭൂമിയിലേക്ക് ഓടിപ്പോയാലോ എന്ന് തോന്നുന്ന, ഓടിപ്പോകണം, വിട്ടുകളയണം, അവസാനിപ്പിക്കണം എന്ന് മനസ്സിൽ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ആ നശിച്ച ദിവസത്തെയാണ് വേദപുസ്തകം വിളിക്കുന്നത് ദുർദിവസമെന്ന്. ഈ ദുർദിവസത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഒന്ന്, സ്റ്റാൻഡ് ഫേം ആൻഡ് റെസിസ്റ്റ്. ഉറച്ചു നിൽക്കുക, അവനെ എതിർക്കുക. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം എടുത്തു തരാം. യോർദാന്റെ കരയിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച അനന്തരം യേശു മരുഭൂമിയിലേക്ക് പോയി. 40 ദിവസം പ്രലോഭിപ്പിച്ചതിന് ശേഷവും യേശുവിനെ കൊണ്ട് ഒരു പാപം പോലും ചെയ്യിക്കാൻ കഴിയാതെ പരാജിതനായി 40ാമത്തെ ദിവസത്തിൽ അശുദ്ധനും ദുരാത്മാവും വീണുപോയ കെരൂബുമായിരിക്കുന്ന സാത്താൻ യേശുവിനെ വിട്ടുമാറിയതും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മത്തായി എഴുതിയിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അല്പകാലത്തേക്ക് പിന്നെ പരീക്ഷകൻ അവനെ വിട്ടുമാറി. കാരണം അവന് മനസ്സിൽ ഇനി പരീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇവൻ എല്ലാത്തെയും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷകൻ വിട്ടുമാറിയ അനന്തരമുണ്ടായിരുന്ന 3.5 വർഷങ്ങൾ യെരുശലേം, ഗലീല, ബെത്സയിദ തുടങ്ങി ആ പ്രവിശ്യ മുഴുവൻ
യേശു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിച്ചും അസാധാരണമായ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അതിനെല്ലാം സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 3.5 വർഷങ്ങൾ കഴിഞ്ഞ അനന്തരം ഒരു പെസഹയുടെ തൊട്ടു മുമ്പിലായി കർത്താവ് താൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന 12 ശിഷ്യന്മാരുടെ കാതിൽ ഒരു ശബ്ദം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ആലോചന ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നുണ്ട്, ഞാനും അവനും കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടുമുട്ടാൻ പോവുകയാണ്. 3.5 വർഷം മുമ്പ് മരുഭൂമി ഞങ്ങളൊന്ന് കണ്ടുമുട്ടിയതാണ്. അന്ന് അവൻ തോറ്റിട്ട് പിന്മാറിപ്പോയി. എന്നാൽ ഇനി അവൻ വരുന്നുണ്ട്. പക്ഷേ അവൻ എന്നെ ജയിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഇരുട്ടിൻ്റെ നാഴികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യവും സ്പഷ്ടവുമായ ആ വചനത്തിൻ്റെ തെളിവുകളുണ്ട്. ഇത് ഇരുട്ടിൻ്റെ നാഴികയാകുന്നത് കൊണ്ട് അവൻ എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് പെസഹയുടെ അപ്പം നുറുക്കി പാനപാത്രം പങ്കിട്ട് കുടിച്ചിട്ട് ഗെത്സമനയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ മത്തായി എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിവേദന കൊണ്ട്, അതിദുഃഖമായി, ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയോടുകൂടി കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ 2 ചോദ്യങ്ങൾ. ഒന്ന്, ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് ലോകത്തിന് പാപപരിഹാരം വരുത്തുന്നതിന് വേണ്ടി മരണം സ്വീകരിക്കണമോ, അതോ നിത്യമായി ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ കൂട്ടായ്മയെ വിച്ഛേദിച്ച് കളയാതെ അവനോടൊപ്പം നിൽക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമോ? ഒരു വശത്ത് ദൈവം, മറുവശത്ത് പാപം. എന്നാൽ അവൻ്റെ ജനനം തന്നെ പ്രവാചകന്മാരുടെ തിരുവെഴുത്തിൻ പ്രകാരം അനേകർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയുള്ള ജനനമാണ്. അവൻ്റെ പർപ്പസ് തന്നെ, അവൻ്റെ ജഡാവതാരം തന്നെ, അവൻ ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നിരിക്കുന്നത് തന്നെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാൻ വേണ്ടിയാണ്. തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന്, തൻ്റെ ജന്മോദ്ദേശത്തിൽ നിന്നാണ് വേർതിരിയണമോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ കർത്താവ് ഗെത്സമനയിൽ നിൽക്കുന്നത്. അവിടെ വെച്ചിട്ട് പിതാവിനോട് അവൻ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവെ, കഴിയുമെങ്കിൽ ഈ കൺഫ്യൂഷൻ നീക്കാൻ, ഈ പാനപാത്രം നീക്കിക്കളയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, thy will be done, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് യേശു സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ലോകത്തിൻ്റെ പാപം കുടിക്കാൻ അവൻ തീരുമാനിക്കുന്നു. ഞാൻ വചനം ഒന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിദുഃഖത്തോടുകൂടി കർത്താവ് പ്രാർത്ഥിച്ചു മടങ്ങി വരവേ താൻ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയിരിക്കുന്ന ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് ശിഷ്യന്മാരോട് യേശു പറയുന്നൊരു വാക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. ഞാനിത് വായിച്ചു കേൾപ്പിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് ഞാൻ പറയുന്നു. ശ്രദ്ധിച്ചേക്കണേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ. അകപ്പെട്ടാൽ പോയി ദുർദിവസമാ. അകപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. എങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം? ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനത. ജഡത്തിന്റെ ബലഹീനതയിൽ നിങ്ങൾ വീണു പോകാതിരിക്കണമെങ്കിൽ ഒരുക്കമുള്ള ഒരു ആത്മാവിനെ കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദുർദിവസങ്ങൾ ജയിക്കുകയില്ല. യേശുവിൻ നാമത്തിൽ നിങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിച്ചോ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ഉണർന്നിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ദുർദിവസവും നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയില്ല, അത് നിങ്ങളെ തോൽപ്പിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയല്ല, ജഡത്തിന്റെ ബലഹീനതകളിൽ കുഴയുന്നവനാണെങ്കിൽ ദുർദിവസങ്ങൾ നിങ്ങൾക്ക് സ്ഥിരം പരിപാടിയായിരിക്കും. മിക്കവാറും ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദുർദിവസത്തിനകത്ത് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്, ഈവിളുടേക്കകത്ത് ചാടാൻ സാധ്യതയുണ്ട്. ഞാനതിനെ കൂടുതലായി ഒന്ന് വിശദീകരിച്ചേക്കാം. അവിടെ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് സാത്താന്റെ നാഴികയാണ്. ദൈവം പ്രവർത്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയിരിക്കുന്ന നാഴികയാണ്. ഇന്നലെ വരെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാഴികയാണ്. യേശു സംസാരിക്കുന്നു, പിതാവ് പ്രവർത്തിക്കുന്നു, അത്ഭുതം നടക്കുന്നു. യേശു വിരൽ തൊടുന്നു, പിതാവായ ദൈവം പ്രവർത്തിക്കുന്നു, സൗഖ്യം നടക്കുന്നു. യേശു ലാസറിനെ പുറത്തേക്ക് വിളിക്കുന്നു, പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെയും ജീവനെയും അയക്കുന്നു, അവൻ പുറത്തു വരുന്നു. യേശു പറയുന്നു, പിതാവ് ചെയ്യുന്നു. ഇതായിരുന്നു ഗെത്സമനയുടെ മുമ്പ് വരെ ഉണ്ടായിരുന്ന കഥ. എന്നാൽ ഇവിടെ പിതാവായ ദൈവം ഒന്നും ചെയ്യുന്നില്ല, നിശബ്ദനായി കൈകെട്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലുള്ള മറുപടിയായി, കർത്താവേ, എന്തുകൊണ്ടാണ് ഇത്രയും നാളുകൾ എന്നോട് മിണ്ടാതിരിക്കുന്നത്, ഇത്രയും നാളുകൾ ഒരു ആലോചനയും പറയാതിരിക്കുന്നത്, ഒരു പ്രവൃത്തിയും കാണാതിരിക്കുന്നത്? ഏക കാരണം, ദുർദിവസത്തിനകത്താണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ തീരുമാനമാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു, എൻ്റെ കൂടെ ഒരു നാഴിക കൂടെ നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യേശു മുന്നോട്ട് ചെന്നു, ഉണരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പെട്ടെന്ന് യൂദ ചേകവരുമായി വന്ന് തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കുകയും
നാഥനായവനെ റബ്ബൂനി എന്ന് വിളിച്ചുകൊണ്ട് ആലിംഗനം ചെയ്ത് കവിളിൽ ഒരു ചുടുചുംബനം കൊടുക്കുകയും ചെയ്തു. ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുത്ത് ചേകവർ അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ചെതറി ഓടി. പത്രോസ് വാളെടുത്ത് ചേകവന്റെ കാതറുത്തു കളഞ്ഞു. വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്തവർ കോടതി മുറികളിലേക്ക് കൊണ്ടുപോയി. പത്രോസോ വളരെ ദൂരത്തിലേക്ക് ഓടിപ്പോയി. അവന്റെ വായ കൊണ്ട് കർത്താവിനെ തള്ളി പറഞ്ഞു. യൂദയാകട്ടെ അവനെ ഒറ്റിക്കൊടുത്തു. ഈ രണ്ട് ശിഷ്യന്മാർക്ക് വരുന്ന ഈ വിധി നിങ്ങളൊന്ന് കണ്ടേ. അത് പത്രോസിന്റെ ദുർദിവസമായിരുന്നു, അത് യൂദായുടെ ദുർദിവസമായിരുന്നു. സാത്താൻ അവരുടെ ഹൃദയത്തെയും അവരുടെ വികാരങ്ങളെയും നന്നായി ഇളക്കി കുഴച്ചു മറിച്ച ദുർദിവസം. എന്നാൽ ആ രണ്ട് ദുർദിവസങ്ങളിലും അവർ പരാജയപ്പെട്ടു പോയി. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച കർത്താവ് ലോകത്തിന്റെ പാപമെന്ന പാനപാത്രവും കുടിച്ച് ക്രൂശിലേക്ക് പോയി. ക്രൂശിക്കപ്പെട്ട അനന്തരം ഒരു ദിവസം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇരിക്കുകയും പിറ്റേ പ്രഭാതത്തിൽ അവൻ മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്തു. ഒരാലോചന, ഒരു ദൈവശബ്ദം ഞാൻ പറയാം. ദൈവം നിശബ്ദനാണെങ്കിലും, ദൈവം നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല എങ്കിലും, ഇത് നിങ്ങളുടെ ദുർദിവസമാണെങ്കിലും, പ്രലോഭനങ്ങളും വളരെ മാനസിക സംഘർഷങ്ങളും തകർച്ചകളും മുമ്പിൽ കാണുകയാണെങ്കിലും ശക്തമായി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉയർപ്പ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർന്ന് ഞാനൊരു ആലോചന കൂടി പറഞ്ഞേക്കാം. ഹൈ റലത്തിലുള്ള സ്പിരിച്വൽ അറ്റാക്കുകൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്നലെ വരെ ഇല്ലാത്ത സ്പിരിച്വൽ അറ്റാക്കുകൾ, ബ്ലോക്കുകൾ, ഫിനാൻഷ്യൽ ഏരിയയിൽ, ജോലിയുടെ മേഖലയിൽ, ഹെൽത്തിനകത്ത്, കുഞ്ഞുങ്ങളുടെ മേലൊക്കെ ഹൈ റലത്തിലുള്ള, ഇന്നലെ വരെ നേരിട്ടതുപോലെയുള്ള അതിനേക്കാൾ ഉയർന്ന റാങ്കിങ്ങിലുള്ള സ്പിരിച്വൽ അറ്റാക്കുകൾ നേരിടുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. നിങ്ങൾ സത്യമായും 10 മിനിറ്റ് മാറിയിരുന്നെന്ന് ചിന്തിച്ചു പോയാൽ നിരീശ്വരവാദിയായി പോകുന്ന അത്രയും അളവിൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസമൊക്കെ തോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പ്രാക്ടിക്കലായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസമൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഹൃദയത്തിനകത്ത് ഇല്ലാത്തതുപോലെ ആണെങ്കിൽ നിങ്ങൾ ദുർദിവസത്തിലാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പിശാച് തന്റെ ദുർദിവസവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, വേഗത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വെളിപ്പെടാൻ സമയമായി. മരണത്തിൽ നിന്നൊരു ഉയർപ്പ് വരാനുള്ള നാഴിക അടുത്തതുകൊണ്ടാണ് ദുർദിവസവുമായി അവൻ ഗെത്ശമനയിൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്നത്. ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, നമുക്ക് ആകാശത്തിലെ ആധിപത്യങ്ങളോട് യുദ്ധമുണ്ട് മക്കളെ. ശരിയാ, നിങ്ങൾക്ക് നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്താൻ പറ്റും, ശരിയാ. പക്ഷെ അകത്ത് വെളിപ്പെടുന്ന ആന്തരിക യുദ്ധത്തെ ജയിക്കണമെങ്കിൽ സർവായുധ വർഗം എടുത്തോണം, ഉറച്ചങ്ങ് നിന്നോണം. സർവായുധ വർഗം എടുത്ത് ഉറച്ചു നിൽക്കുന്നവന്റെ മേൽ ഈവിൾ ഡേ ഒരു തരത്തിലും ഫലപ്രദമാകുകയില്ല. നിങ്ങൾ ആ ഈവിൾ ഡേയെ, ആ ദുർദിവസത്തെ വിജയിക്കുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. അല്ല പാസ്റ്റർ, എങ്ങനാ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈവിൾ ഡേ, അല്ലെങ്കിൽ ഈ പ്രലോഭനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ, അല്ലെങ്കിൽ ഈ വലിയ സംഘർഷത്തിൻ്റെ ഈ ദിവസത്തെ മുന്നോട്ട് ജയിച്ചു കയറാൻ കഴിയുന്നത് എങ്ങനെയാണ്? 3 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി നിങ്ങൾ എടുത്തു കാണിക്കുന്നത്. ഒന്ന്, എടുത്തു കാണിച്ച വാക്യം തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഒരുക്കമുള്ള ഒരു ആത്മാവുണ്ടെങ്കിൽ ദുർദിവസത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. എങ്ങനെ ഒരുക്കമുള്ള ആത്മാവ്? ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മീയമായ കാര്യങ്ങൾ ശ്രവിക്കുകയും ആത്മീയമായ കാര്യങ്ങൾക്ക് പങ്കാളികളായി മാറുകയും നിങ്ങളുടെ ജഡത്തിനോ പ്രായോഗികമായ ബുദ്ധിക്കോ മാനുഷികമായ ബുദ്ധിമണ്ഡലങ്ങൾക്കോ നിങ്ങളുടെ തലയെ സ്വാധീനിക്കാൻ അനുവാദം കൊടുക്കാതെ ആത്മാവിൽ പ്രാർത്ഥിച്ചും ആത്മാവിൽ ഒരുക്കമുള്ളവരുമായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുർദിവസത്തെ ജയിക്കാൻ കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്ക്. അവൻ പറയും, ഇതെങ്ങനെ നടക്കും? നീ കാട്ടം കയറി മുടിയത്തേ ഉള്ളൂ, നീ രോഗിയായി മരിക്കത്തേ ഉള്ളൂ. ഈ പോക്ക് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 6 മാസത്തിനകത്ത്, 1 വർഷത്തിനകത്ത്, 2 വർഷത്തിനകത്ത് നിന്റെ കുടുംബത്തിന്റെ പേരില്ലാതെ ആയി പോകും. അവനോട് പറയണം, ഒരിക്കലുമല്ല, ഞാൻ വാലല്ല, ഞാൻ തലയാകും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറകൾ ഉയർച്ച പ്രാപിക്കും. ദൈവം എന്നെ ക്രിസ്തുയേശുവിലൂടെ സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവമോ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ക്രിസ്തുയേശുവിലൂടെ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരാൻ പോവുകയാണ്. വചനങ്ങൾ പറഞ്ഞ് സാത്താന്റെ എല്ലാ തീയമ്പുകളെയും കെടുത്തിക്കളയേണ്ടതിന് ഉറച്ചു നിന്നോണം, ഓടിക്കളയരുത്. നിങ്ങൾ കേൾക്കുന്ന ആത്മീയ യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിയുകയോ ഓടുകയോ ചെയ്യരുത്. മുന്നോട്ട് കുതിക്കാനല്ലേ നിങ്ങൾക്ക് പറ്റാതാകുന്നുള്ളൂ, പക്ഷെ ഉറച്ചു നിൽക്കാമല്ലോ. നിങ്ങൾക്ക് മുന്നോട്ട് കയറാനല്ലേ പറ്റാതെ ഉള്ളൂ. പിന്തിരിഞ്ഞ് ഓടരുത്, അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. യേശുക്രിസ്തുവിനോടുള്ള വാഗ്ദത്തങ്ങളെ വായ കൊണ്ട് ഏറ്റുപറഞ്ഞ അവിടെ അങ്ങ് ഉറച്ചു നിന്നോ. ഒരു വചനം കൂടി ഞാൻ എടുത്തൊന്ന് കാണിച്ചോട്ടെ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്.
എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ഇവിടെയും ഇതിന്റെ ആശയം ദുർദിവസമാണ്. അല്പകാലത്തേക്ക് ഒരു ഈവിൾ ഡേയിൽ വീണുപോയ നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഉറച്ചു നിന്നോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല അവിടെ ഉള്ളത്. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ, ഉറപ്പിക്കാൻ, ശക്തീകരിക്കാൻ പിതാവായ ദൈവം, തേജസ്സിലേക്ക് നമ്മളെ വിളിക്കുന്ന ദൈവം, സർവകൃപാലുവായ ദൈവം, പുത്രനെ തന്ന് നമ്മെ രക്ഷിച്ച നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന്, ഉറച്ചു നിൽക്കുക, ആത്മാവിൽ ഒരുക്കമുള്ളവരാകുക, ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിനകത്ത് ഈ പറയുന്ന ഈവിൾ ഡേ ഉണ്ട്. ശത്രു മാറിയിരുന്ന് നിങ്ങളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. എത്രയോ തവണ ഹൃദയം കൊണ്ട്, വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ട് ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടാകും. എത്രയോ തവണ ഹൃദയം കൊണ്ട് സംശയിച്ചിട്ടുണ്ടാകും. എത്രയോ തവണ ഹൃദയം കൊണ്ട് പലതിനെയും ഗീവപ്പ് ചെയ്തിട്ടുണ്ടാകും. എത്രയോ തവണ ഹൃദയം കൊണ്ട് ആത്മീയ ജീവിതത്തെ മടുത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടാകും. എത്രയോ തവണ ഹൃദയം കൊണ്ട് നിരാശയും നെഗറ്റീവും പറഞ്ഞിട്ടുണ്ടാകും. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് തന്നെ അങ്ങ് മാനസാന്തരപ്പെട്ടോ. കർത്താവേ, ആ ദുർദിവസത്തിൽ സാത്താൻ എന്നോട് പറഞ്ഞ വാക്കും കേട്ടിട്ട് ഞാൻ ദൈവമേ അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ, എൻ്റെ ഭാവിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ ചിന്തിച്ചതെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ആ ദുർദിവസത്തിൽ ഇതാ ഞാൻ ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. വായ തുറന്ന് വാഗ്ദത്തങ്ങളെ വിളിച്ചു പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കടബാധ്യതകൾ തീർന്നു പോകും, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടും, എൻ്റെ ശുശ്രൂഷ വിശാലമാകും, എൻ്റെ വീട് പണി പൂർത്തീകരിക്കപ്പെടും, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടും, എൻ്റെ മക്കളുടെ ജീവിതം നന്നാകും, എൻ്റെ മക്കളുടെ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത വെളിപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, എൻ്റെ ഭർത്താവിന് നല്ല ജോലി കിട്ടും, എൻ്റെ ഭാര്യയ്ക്ക് നല്ല സ്വഭാവം ഉണ്ടാകും, ഞങ്ങൾക്ക് നല്ല ആത്മീയ ജീവിതം ഉണ്ടാകും, ഞങ്ങൾക്ക് നല്ല സഭയുണ്ടാകും, ഞങ്ങൾക്ക് നല്ലൊരു ആത്മീയ കൂട്ടായ്മ ഉണ്ടാകും, ഞങ്ങൾക്ക് ആത്മാവിൽ എരിവുള്ളവർ ഞങ്ങളുടെ ചുറ്റും വന്നു നിൽക്കും. സത്യമായി നിങ്ങൾ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ദുർദിവസത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് വരാൻ കഴിയും. അതിനുവേണ്ടിയാണ് അവൻ തന്റെ സർവായുധ വർഗ്ഗങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? എന്താണ് ദുർദിവസം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സാത്താൻ നിങ്ങളുടെ മുഖാമുഖമായി വന്ന് നിങ്ങളെ പോരാടുന്ന, നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന, നിങ്ങളെ ഇളക്കി മറയ്ക്കുന്ന, നിങ്ങളെ കൊടുങ്കാറ്റിൽ ചുറ്റിക്കുന്നത് പോലെ ചുറ്റിച്ചു കളയുന്ന ആ സീസണാണ് വേദപുസ്തകം ദുർദിവസം എന്ന് വിളിക്കുന്നത്. ചുറ്റിപ്പോകേണ്ട ആവശ്യമില്ല. ഉറച്ചു നിന്നോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ഉറച്ചു നിന്ന് വിശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പിതാവേ, നീ എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി അവിടെ തന്നെ യഥാസ്ഥാനപ്പെടുത്തി ആ ദുർദിവസത്തെ ജയിച്ചു കയറി ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളിലേക്ക് എന്നെ നയിച്ചതുപോലെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, എന്നോട് കാണിച്ചതുപോലെ കൃപയും മനസ്സലിവും നീ കാണിച്ചിട്ട് അവരുടെ ബോധപൂർവമല്ലാത്ത പ്രലോഭനങ്ങളിൽ വീണുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഇന്ന് അവരുടെ ഹൃദയങ്ങളെ സ്വസ്ഥമാക്കണമേ. അവരുടെ മേൽ നിന്ന് ആ ദുർദിവസത്തിൻ്റെ സമയത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എൻഡ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് ഇന്ന് തീർന്നു പോകട്ടെ. ആ ദുർദിവസം ഇന്നുകൊണ്ട് തീർന്നു പോകട്ടെ. ആ പ്രലോഭനത്തിൻ്റെ, ആ പരീക്ഷയുടെ ദിവസം ഇന്നുകൊണ്ട് അവസാനിച്ചു പോകട്ടെ എന്ന് ഞാൻ നസറായന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ തുറക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. അടഞ്ഞുപോയതെല്ലാം ഓപ്പണായി വരട്ടെ. സാത്താൻ എടുത്തുകൊണ്ട് പോയതെല്ലാം ഇന്നത് ഓപ്പൺ ആകട്ടെ. അവർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വാഗ്ദത്ത നിവർത്തികളുടെ ഒരു ഉയർപ്പ് പോലെ, ഒരു വലിയ വഴിത്തിരിവ് പോലെ, ഒരു വലിയ ഡിവൈൻ ബ്രേക്ക് ത്രൂ പോലെ ചിലരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഈവിൾ ഡേ അവസാനിച്ചിട്ട് ഇതാ ഈ ഫെബ്രുവരി മാസത്തോടുകൂടി ഈവിൾ ഡേ അവസാനിച്ചിട്ട് വാഗ്ദത്തത്തിന്റെ സീസൺ തിരിയട്ടെ, അങ്ങനെ ഒരു സമയം തിരിയട്ടെ, അങ്ങനെ ഒരു ക്ലൈമറ്റ് ഫോം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, അതിനുവേണ്ടി ഒരു എൻവയൺമെന്റ്, അതിനുവേണ്ടി ഒരു അന്തരീക്ഷം കർത്താവ് ഒരുക്കി അവരെ അതിനകത്തോട്ടിടുന്നതിനായി സ്തോത്രം. സ്വസ്ഥത അവരുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടട്ടെ, വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടട്ടെ, ബലം അവരുടെ നിലവുകളിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലായ്പ്പോഴും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് പോലെ ഇപ്പോഴും കേട്ടതിനായി, അത് നൽകിയതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.